75 വയസ്സായ തൻ്റെ അപ്പൻ്റെ ജന്മദിനം നല്ല രീതിയിൽ ആഘോഷിക്കുവാൻ ഒരു മകൻ തീരുമാനിച്ചു. എല്ലാവരും ഇന്ന് വൈകുന്നേരം ആ വീട്ടിൽ ജന്മദിനം ആഘോഷിക്കുവാൻ വരുമെന്നും അതിനായി ഒരുങ്ങിയിരിക്കണമെന്നും മകൻ അപ്പനോട് പറഞ്ഞു. അപ്പന് സന്തോഷമായി. തന്നെ സ്നേഹിക്കുന്ന സ്നേഹിതരെയും ബന്ധുജനങ്ങളെയും കാണുവാൻ അപ്പൻ സന്തോഷത്തോടെ കാത്തിരുന്നു. ബർത്ത്ഡേ പാർട്ടിക്ക് സമയമായി. എന്നാൽ വന്നത് വെറും 3 പേരാണ്. ആ അപ്പന് വളരെ വിഷമമായി. തൻ്റെ പ്രധാന ദിവസമാണെന്നറിഞ്ഞിട്ടും വെറും 3 പേർ മാത്രം വന്നതിൽ ആ അപ്പൻ മകനോട് പരിഭവം പറഞ്ഞു. എന്തുകൊണ്ടാണ് ആരും വരാഞ്ഞത്? നീ അവരെ വിളിച്ച വിളിയുടെ രീതി ശരിയായിരുന്നിരിക്കില്ല. എന്നാൽ മകൻ പറഞ്ഞു, അപ്പാ, ഞാൻ എല്ലാ ബന്ധുക്കാരെയും അയൽപ്പക്കംകാരെയും കൂട്ടുകാരെയും ഒക്കെ വിളിച്ചു. എന്നാൽ അവരോട് അപ്പൻ്റെ ജന്മദിനം ആണെന്നല്ല പറഞ്ഞത്. അപ്പൻ രോഗിയായി കിടക്കുകയാണെന്നും അപ്പനെ കാണുവാൻ വരണമെന്നുമാണ് അവരോട് അറിയിച്ചത്. അപ്പൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു വിളിച്ചാൽ ഈ വീട് നിറയെ ആളുകൾ വന്നേനെ. എന്നാൽ രോഗിയാണെന്നറിയിച്ചതിനാൽ വന്നത് ഇവർ മാത്രമാണ്. ഇവരാണ് അപ്പൻ്റെ യഥാർത്ഥ സ്നേഹിതന്മാർ. നമ്മുടെ സന്തോഷ നേരങ്ങളിൽ കൂടെ ഇരുന്ന് ആഘോഷിക്കുവാൻ അനേകരുണ്ടല്ലേ. എന്നാൽ ചില നേരങ്ങളുണ്ട്, നാം തകർന്നിരിക്കുന്ന നേരങ്ങൾ, നാം ഒന്നുമല്ലാതാകുന്ന ദിനങ്ങൾ, നമ്മുടെ കണ്ണുനീരിൻ്റെയും നഷ്ടങ്ങളുടെയും വേദനയുടെയും സീസണുകൾ. അവിടെ നമ്മെ ആശ്വസിപ്പിക്കുവാൻ ആർ വരുന്നു? അന്നേരം നമ്മുടെ കണ്ണുനീരൊപ്പുവാൻ ആർ തയ്യാറായി? അങ്ങനെയുള്ള സ്നേഹിതരെ നമുക്ക് വിലയ്ക്ക് വാങ്ങുവാൻ സാധിക്കില്ല. അവർ അമൂല്യ സ്നേഹിതരാണ്. പ്രശ്നഘട്ടങ്ങളിൽ നമ്മെ തള്ളിപ്പറഞ്ഞ് നടന്നകന്നവർ ഒരിക്കലും നിങ്ങളുടെ സ്നേഹിതരായിരുന്നില്ല. അവരാണ് നമ്മെ ഉപയോഗിക്കുന്നവർ. നമ്മുടെ കഴിവിനെയും സമർപ്പണത്തെയും സ്നേഹത്തെയും ലഭ്യതയെയും പണത്തെയും പ്രശസ്തിയെയും ആരോഗ്യത്തെയും മാത്രം സ്നേഹിച്ചവർ. അവർ സ്നേഹിച്ചത് നമ്മെയല്ല, നമുക്ക് ഉള്ളതിനെയാണ്. എന്നാൽ രോഗദിനങ്ങൾ നല്ലതിനാണ്, പ്രതികൂലങ്ങൾ നല്ലതിന് തന്നെയാണ്. ഏതാണ് സത്യമെന്നും ആരാണ് വാസ്തവവും അകൃത്രിമവും സത്യമായതെന്നും തിരിച്ചറിയുവാൻ പ്രശ്നങ്ങൾ ആവശ്യം തന്നെയാണ്. 1000 മനുഷ്യർ ചുറ്റിനും ഉള്ളതിനേക്കാൾ നമ്മെ മനസ്സിലാക്കുന്ന 3 പേരാണ് ഏറ്റവും നല്ലത്. പക്ഷേ അവിടെയും പരിമിതിയുണ്ട്. എല്ലാവർക്കും എല്ലാ നേരങ്ങളിലും വരുവാൻ സാധിക്കില്ല. എന്നാൽ നമ്മുടെ യഥാർത്ഥ വേദനയുടെ നേരങ്ങളിൽ അരികിയിരുന്ന് സ്നേഹം നൽകുവാൻ ദൈവസാന്നിധ്യം മാത്രമാണ് നമുക്കുള്ളതുമെന്നും നാം തിരിച്ചറിയണം. ആരെല്ലാം പോയാലും കർത്താവ് നമ്മുടെ ചാരെ, നമ്മുടെ ഉത്തമ സ്നേഹിതനായി, തക്ക തുണയായി എന്നുമെന്നും കാണും. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ കർത്താവ് ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും, അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല.